ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സല്ലല്ലാഹു അലാ മുഹമ്മദ്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് മദീനയിൽ ഉള്ളപ്പോ റബീഉൽ അവ്വൽ 12 തന്നെ, അതും തിങ്കളാഴ്ച മദീനക്കാർ ആഘോഷിച്ചു. ആ ആഘോഷത്തിൽ റസൂലുള്ള പങ്കാളിയായി. ഹദീസ് ഞാൻ പറയാന്ന് പറഞ്ഞിരുന്നു, കേട്ടോളൂ. തൊബറാനിയുടെ മുഅ്ജമുൽ ഹദീസ്. നബിയെ കൊണ്ടുള്ള ആഘോഷം നബിദിനത്തിൽ മാത്രമല്ല, എപ്പോഴും വേണം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. മദീനയിൽ കണ്ടോളൂ. ഇമാം തൊബറാനിയുടെ മുഅ്ജമുൽ കബീറുൽ ഹദീസ്, മദീനയിൽ ഹബീബായ നബിതങ്ങൾ എത്തിയത് ഒരു നബിദിനത്തിന്റെ അന്നാണ്. എന്നാ നബിദിനം? റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ച. അന്ന് ഘോഷയാത്ര ഉണ്ടായോ മദീനത്ത്? എന്തുട്ടാ ഉസ്താദെ, അങ്ങനെയൊക്കെയാണ് ഇവിടെ ഘോഷയാത്ര. റോഡ് ബ്ലോക്ക് ആക്കലില്ല ഘോഷയാത്രയിൽ, ബ്ലോക്ക് ആവാതെ പോലെ. നിങ്ങൾ മറ്റുള്ള ഘോഷയാത്രകൾ കണ്ടിട്ടുണ്ടാവും. നബിദിനത്തിന് ഘോഷയാത്രയുടെ പേരിൽ റോട്ടിൽ വണ്ടി ഇങ്ങനെ ബ്ലോക്കായി കിടക്കുന്നത് എവിടെയും കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. അങ്ങനെയില്ല. ഈ ആരോ ചേർന്ന് നമ്മുടെ കൊച്ചുമക്കൾ തക്ബീറും സ്വലാത്തും ചൊല്ലിപ്പോകുന്നത് എവിടെ ബ്ലോക്കാക്കല്? ഈ ഘോഷയാത്രയൊക്കെ ആവശ്യമുണ്ട്. നബിദിനാവൽ ഘോഷയാത്ര ഉണ്ടായിട്ടുണ്ടെന്നേ. എവിടെ? മദീനയില്. അങ്ങനെയുണ്ടോ? ആ സൽഫൈസി വെറുതെ പറയല, കിതാബിൽ കണ്ടിട്ട് പറഞ്ഞ. തൊബറാനിയുടെ മുഅ്ജം നോക്കിക്കോളൂ. ആദ്യം ആ ഹദീസ് പറയാം. عن أبي البداح رضي الله عنه عن أبي البداح بن عاصم بن عدي عن أبيه قال قدم رسول الله صلى الله عليه وسلم المدينة يوم الاثنين. رسول الله മദീനയിലെത്തുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം അത് തിങ്കളാഴ്ചയാണ് എന്ന്. റബീഉൽ അവ്വലിലെ 12 രാത്രി കടന്നതിന്റെ പിറ്റേ പകല് അന്നെന്തായിരിക്കും? റബീഉൽ അവ്വലിന്റെ ആദ്യത്തെ 12 രാവ് കടന്നതിന്റെ പിറ്റേ പകൽ എന്തായിരിക്കും? 12 രാവ് കഴിഞ്ഞു, പിറ്റേ പകൽ എന്താണ്? 12 പകലാണ്. ഒന്നുകൂടി കേട്ടോളൂ ഹദീസ്. അറബി ഓതി തന്നെ പറയുന്നു, ഖദിമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ മദീന. നിങ്ങളൊക്കെ നബിദിനാഘോഷത്തിനോട് എതിരുണ്ടെന്ന് ഓർത്തല്ലാട്ടെ ഞാനിതൊക്കെ പറയാം. നിങ്ങളൊക്കെ അത് കൂടുന്ന ആൾക്കാരാ. പക്ഷെ നമ്മൾ ഇത് റെക്കോർഡിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ളതാ. നാലാൾ അറിയുമ്പോൾ അറിയട്ടെ. അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ ഏതെങ്കിലും ഒരു ഇബ്ലീസിന്റെ പണിയെടുക്കുന്നവൻ വന്ന് പറയുമ്പോൾ ഉള്ളിലൊരു സാഞ്ചാട്ടം വേണ്ട. നമുക്ക് അറിയണമല്ലോ, പറയണമല്ലോ. സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഖദിമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ മദീനത യൗമൽ ഇത്നൈൻ. റസൂലുള്ളാഹി മദീനയിൽ എത്തുന്നത് ഒരു തിങ്കളാഴ്ചയാണ്. റബീഉൽ അവ്വലിലെ 12 രാവ് കഴിഞ്ഞിട്ടുള്ളതായ 12ാമത്തെ പകലിലാണ് റസൂലുള്ളാഹി മദീനയിലെത്തുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഫഅഖാമ ബിൽ മദീന. അന്ന് മുതൽ മദീനയിൽ താമസം ഉറപ്പിച്ചതാണ് 10 സിനീൻ, 10 വർഷം. ഈ ഹദീസ് റബീഉൽ അവ്വൽ 12 നബി തങ്ങൾ മദീനയിലെത്തി എന്ന് തന്നെയാണ് പറഞ്ഞത്. അതും തിങ്കളാഴ്ച എന്നാണ് പറഞ്ഞത്. തൊബറാനിയുടെ മുഅ്ജമുൽ കബീറിൽ ഇപ്പോഴും ഈ ഹദീസ് ഉണ്ട്. ഒന്നുകൂടി പറഞ്ഞാൽ വെളുത്ത കടലാസിൽ കറുത്ത മഷിയിലുണ്ട്. ഇനി അന്നത്തെ ദിവസം മദീനയിൽ എങ്ങനെയായിരുന്നു എന്നതിലേക്ക് നമുക്ക് കടന്നു ചെല്ലാം. ഷെയ്ഖ് അലി മുഹമ്മദിന് സ്വല്ലാബി തങ്ങളുടെ അസ്സീറത്തുൻ നബവിയ്യ എന്ന് പറയുന്ന ചരിത്ര ഗ്രന്ഥത്തിലേക്ക് കടന്നു വരാം. മദീന പ്രവേശമാണ് റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ച. അങ്ങനല്ലേ? റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ച മദീനയിലേക്ക് മുത്തുനബി തങ്ങൾ ഹിജ്റയുടെ ആവശ്യാർത്ഥം മദീന പ്രവേശം നടക്കുകയാണ്. മദീനയുടെ ഉദ്ഘാടനം, മദീനയുടെ പ്രവേശം. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തലേ രാത്രിയിൽ വന്നെത്തിയതാ മദീന അതിർത്തിയിൽ. ഇനി കേട്ടോളൂ. മദീന, മദീനയിലേക്ക് അല്ലാഹുവിന്റെ ഹബീബ് കടക്കാൻ ഉദ്ദേശിച്ച നേരം മദീനക്കാരായ സ്വഹാബികളിലേക്ക് കൂടെയുള്ള ആരെയോ റസൂലുള്ളാഹി പറഞ്ഞയച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ മദീനക്കാരായ അൻസാറുകൾ മദീനയുടെ അതിർത്തിയിലേക്ക്, മദീനക്ക് പുറത്തേക്ക് അവർ വന്നു. ഇലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ റളിയല്ലാഹു അൻഹുവിലേക്കും മുത്ത് നബിയിലേക്കും അവർ വന്നു, ഇങ്ങോട്ട് വന്നു. ഫസല്ലമു അലൈഹിമാ, ഇരുവരോടും വന്നവരായ മദീനക്കാര് സലാം പറഞ്ഞു. നീ കേട്ടോളൂ. വഖാലു, അന്നവര് പറയുകയാണ്, ഇനി മദീന പ്രവേശം നടക്കുകയാ. അവര് പറയുകയാണ്, ഇർക്കബാ ആമിനൈനി മുതാഈൻ,
ഞങ്ങൾ പിന്നാലെ കൂടിക്കോളാം, മുത്താഈൻ ഞങ്ങൾ പിന്നാലെ വന്നോളാം, നിങ്ങൾ മുന്നിൽ പോവണേ, വാഹനത്തിൽ തന്നെ പോവണേ. അങ്ങനെ രണ്ടുപേരെ മുന്നിൽ നിർത്തി, ഞങ്ങള് പിന്നാലെ വന്നോളാം, മുന്നില് നേതൃത്വം, പിന്നാലെ ഞങ്ങള്. ഇതിനാണ് നമ്മൾ എന്ത് പറയാ, ഘോഷയാത്ര എന്ന് പറയാ, അല്ലേ? അങ്ങനല്ലേ ഒരു പ്രകടനം? അങ്ങനെയല്ലേ? മുന്നിൽ നേതാവ് നിൽക്ക, പിന്നിൽ ഞങ്ങളുണ്ട്. മദീനയുടെ അതിർത്തിയിൽ നിന്ന് മദീന പ്രവേശം നടക്കാണ്, പുറകെ ഉള്ളവർ പുറകെ വരണു, മുന്നിൽ മുത്ത് നബിയും സിദ്ദീഖ് തങ്ങളും. ഇനി കേട്ടോളൂ, ഞാൻ വെറുതെ ഇഴച്ച് കെട്ടിപ്പറയല്ല. എന്നിട്ടോ മഹാന്മാരായ അൻസാരിങ്ങൾ അവരോട് പറഞ്ഞു, മുത്ത് നബിയോടും സിദ്ദീഖ് തങ്ങളോടും പറഞ്ഞു, സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ രണ്ടുപേരും കുതിരയുടെ ഒട്ടകത്തിന്റെ പുറത്ത് തന്നെ മുന്നിൽ, മുത്താഈന് ഞങ്ങൾ പിന്നിലുണ്ട്. അള്ളാന്റെ ഹബീബ് പറഞ്ഞു, മക്കളെ എങ്ങനെ ചെയ്യലേ, നബിദിനത്തിന് ഘോഷയാത്ര പറ്റൂല, അങ്ങനെയല്ല പറഞ്ഞത്. മുത്ത് നബി തങ്ങൾ വേഗം ഒട്ടകത്തിന്റെ പുറത്ത് കയറി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹും കയറി. കയ്യിലുള്ള ആയുധങ്ങൾ അന്ന് മഹാന്മാരായ സ്വഹാബത്ത് ഉയർത്തിപ്പിടിച്ചു. ഇത് അജയ്യതയുടെ അടയാളം, ഇത് സന്തോഷത്തിന്റെ പ്രകടനം. നമ്മുടെ രാജ്യത്ത് ആയുധം ഉയർത്തിപ്പിടിച്ച് പ്രകടനം അനുവദനീയമല്ല, ആണോ? അല്ല. നമ്മുടെ രാജ്യത്ത് അങ്ങനെ ആയുധം ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള പ്രകടനങ്ങൾ നടക്കാറുണ്ട്. എപ്പോഴാ? രാജ്യത്തിന്റെ പട്ടാളക്കാര് പരേഡ് നടത്തുമ്പോ, അല്ലേ? അവരുടെ പരേഡ് പോലെ ആയുധം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പരേഡ് നടത്തി മഹാന്മാരായ സ്വഹാബത്ത്. നബിയുടെയും സിദ്ദീഖ് തങ്ങളുടെയും സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നാലെ ബിസ്സിലാഹി ആയുധമുയർത്തിയ പരേഡ് നടത്തി. വഇൻദ വസൂലിഹി ഇലൽ മദീന അഖദ അഹ്ലുൽ മദീന. മഹാനായ നബി തങ്ങൾ മദീനയിലേക്ക് കയറാണ്. അപ്പോഴുണ്ട് മദീനക്കാരായ ആണുങ്ങളും പെണ്ണുങ്ങളും കുട്ടികളും. അതാ ചിലര് ഈത്തപ്പനയുടെ മുകളിലാ ആദ്യം ഞാൻ കാണും, ചിലര് വലിയ വലിയ ഉയരമുള്ള കുന്നിന്റെ മുകളിൽ നിന്നു. എന്നിട്ട് വിളിച്ചു പറയാൻ തുടങ്ങിയ ആവേശത്തോടുകൂടെ, ജാ നബിയുല്ലാഹ്, ജാ നബിയുല്ലാഹ്, ജാ നബിയുല്ലാഹ്, ത്വലഅൽ ബദ്റു അലൈനാ മിൻ സനിയാത്തിൽ വദാഇ വജബ ശുക്രു അലൈനാ മാദാ ലില്ലാഹി ദാഇ. അല്ലാഹുവിന്റെ ഹബീബിനോടുള്ള സ്നേഹപ്രകടനമായി അവരിങ്ങനെ വിളിച്ചു പറയാൻ തുടങ്ങി, പാടാൻ തുടങ്ങി. അവസാനം ഹബീബായ നബി തങ്ങൾ മദീനയിലേക്ക് കയറി. ഇനി കേട്ടോളൂ, ഫക്കാന യൗമു ഫർഹിൻ. അന്നത്തെ മദീന പ്രവേശത്തിന്റെ ആ ദിവസം, ഏത് ദിവസം മറക്കല്ലേ? റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ച പരേഡോടുകൂടെ മദീനയിലേക്ക് ചെന്നു. നബി തങ്ങൾക്ക് അറിയില്ല അന്ന് നബിദിനായിരുന്നു. സിദ്ദീഖ് തങ്ങളും നബി തങ്ങൾ അതിൽ പങ്കെടുത്തില്ലേ? ഇവരെന്ത് ചെയ്തു? നബി ദിനമാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, നബി ജനിച്ച ദിനത്തെ മാത്രമല്ല നബി ദിനായിട്ട് കാണാം. നബി വന്ന മദീന പ്രവേശം അന്ന് മദീനക്കാരുടെ നബി ദിനമാണ്, നബി വന്ന ദിനം. അതെല്ലാം നിലക്കും. അന്ന് റബീഉൽ അവ്വൽ 12 ആയിരുന്നു, തിങ്കളാഴ്ചയായിരുന്നു, നബി വന്ന ദിനമാണ്. അവരിലേക്ക് നബി എത്തിയ ദിവസം, അവര് അവിടെ അന്നത്തെ ദിവസം കാട്ടിക്കൂട്ടിയത് നോക്കിക്കോളൂ. ഫകാന യൗമു ഫറഹിൻ വബത്തിഹാജിൻ. നബിദിനത്തിന് പുതിയ ഉടുപ്പെടുക്കണമെന്നായി പറയണത്. പെരുന്നാളിന് മാത്രമല്ല. സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ വക പറഞ്ഞതല്ല കേട്ടോ, ഞാൻ ഇന്നും എന്റെ വക പറഞ്ഞതല്ല, കേട്ടോളൂ, ഇബാറത്ത് കേട്ടോളൂ. ഫകാന പല ഉസ്താദുമാരും നബിദിനത്തിന്റെ അന്ന് പുതിയ ഉടുപ്പിടാറുണ്ട്, നബിദിനത്തിന് വേണ്ടിയിട്ട് വരണം. അങ്ങനെ ഉണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട് പലരെയും. നമ്മുടെ ഈ മദ്രസ പഠിപ്പിക്കുന്ന ചില ഉസ്താദ്മാരിൽ പോലും ഞാൻ അങ്ങനെ കണ്ടിട്ടുണ്ട്. നബിദിനത്തിന്റെ അന്ന് ഒരു പുതിയ വസ്ത്രം മദീനക്കാർ ചെയ്തിട്ടുണ്ട്, കേട്ടോ. ഫകാന യൗമു ഫറഹിൻ വബ്തിഹാജിൻ. അതൊരു സന്തോഷ പ്രകടനത്തിന്റെയും ആഘോഷത്തിന്റെയും ദിവസമായിരുന്നു അന്ന് മദീനയിൽ. സിറത്തുൻ നബവിയ്യ, ലം തറൽ മദീനത്തു യൗമൻ മിസ്ലഹു. അതുപോലത്തെ ഒരു ദിവസം മദീന കണ്ടിട്ടില്ല, അതുപോലത്തെ ഒരു ദിവസം അന്നല്ലാതെ മദീന കണ്ടിട്ടില്ല. വലബിസന്നാസ്. അന്ന് റസൂലുള്ളാഹിയുടെ വരവ് നബിദിനം സല്ലല്ലാഹു അലൈഹി വസല്ലം അന്നത്തെ ദിവസം മദീനക്കാരായ സ്വഹാബത്ത് ധരിച്ച വസ്ത്രങ്ങൾ അഹ്സന മലാബിസിഹിം,
ഏറ്റവും മൊഞ്ചുള്ള പുത്തനുടുപ്പുകളാണെന്ന് അവർ ധരിച്ചിരുന്നത്. കഅന്നഹും ഫീ യൗമി ഈദ്, ഒരു പെരുന്നാൾ പോലെ അന്നവർക്കൊരു ആഘോഷ ദിവസമായിരുന്നു മദീനയിൽ. സല്ലല്ലാഹു അലൈഹി വസല്ലം. എൻ്റെ ഒരു പ്രിയപ്പെട്ട സഹോദരൻ എന്നോട് പറഞ്ഞത്, നബിദിനത്തിന് നമുക്ക് ഇത്തവണ മദീനത്തേക്ക് പോവാം. നിങ്ങൾ സമ്മതിക്കോ? നാട്ടുകാർ സമ്മതിക്കോ? ഉസ്താദ് പള്ളിയിലില്ലാന്ന് പറയും. അല്ലെ ഞാൻ പോയേനെ. ഒരു പ്രിയപ്പെട്ട സഹോദരൻ ഇത്തവണ നബിദിനത്തിന് എല്ലാവരും ആദ്യം അന്വേഷിക്കും, അല്ലേ ഉസ്താദ് ഞങ്ങളുടെ നബിദിനത്തിന് മദീനത്ത് കൂടാതെ പറഞ്ഞ് എന്നെ വിളിച്ചാ. ഇത്തവണ നബിദിനം നമുക്ക് മദീനത്ത് കൂടാ, നമുക്ക് പോവല്ലേന്ന് ചോദിച്ചാ. ഞാൻ ഇല്ലാന്ന് പറഞ്ഞു. അടുത്ത വർഷത്തേക്കാവട്ടെ ഇൻഷാ അല്ലാഹ്, ആഗ്രഹമുണ്ട്, പക്ഷെ ഞാൻ വരുന്നില്ല, ഉത്തരവാദിത്വം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഒഴിവാക്കിയതാണ്. ഒന്ന് ആലോചിച്ചു നോക്കി. അതിനു വേണ്ടിയിട്ട് അങ്ങോട്ട് പോകണ ആൾക്കാരുണ്ട്. നബിദിനം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഇങ്ങനെയൊക്കെ ഉണ്ട് സഹോദര നമ്മുടെ ജീവിതത്തിൽ. നമ്മൾ കാണാത്തതൊക്കെ ഒരു നോക്ക് കാണാൻ വേണ്ടിയിട്ട് മഹാന്മാരായ മദീനക്കാര് അകലങ്ങളിൽ നിന്ന് തന്നെ അവർ കാത്തിരുന്നു. അകലങ്ങളിൽ നിന്ന് കാത്തിരുന്നു. കേട്ടോ, ഒരു ഹദീസ് കേട്ടോട്ടോ. ഞാൻ അവസാനിപ്പിക്കാൻ പെട്ടെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാം ഇൻഷാ അല്ലാഹ്. കേട്ടോളൂ. അള്ളാന്റെ ഹബീബിനെ ഒരു നോക്ക് കാണാൻ വേണ്ടിയിട്ട് മഹാന്മാരായ മദീനക്കാർ കാത്തിരുന്നു. അനിൽ ബറാ റളിയല്ലാഹു അൻഹു ഖാല ഫഖദിംന മദീനത ലൈലൻ. സ്വഹീഹ് മുസ്ലിം. മദീനയുടെ അതിർത്തിയിലേക്ക് രാത്രിയിലാണ് എത്തുന്നത്. മദീനയുടെ അതിർത്തിയിലേക്ക് ഞാൻ പറഞ്ഞു, പിറ്റേ പകലിൽ മദീനയിലേക്ക് പ്രവേശിക്കണമെങ്കിൽ രാത്രി അതിർത്തിയിലെത്തി. അങ്ങനെ മദീനയുടെ അതിർത്തിയിലെത്തിയപ്പോ അവിടെ തർക്കങ്ങളായി. ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എവിടെയാ ഇറങ്ങേണ്ടത്, ഏത് വീട്ടിലാ താമസിക്കേണ്ടത് എന്നൊക്കെ തർക്കങ്ങളായി. ഞങ്ങളുടെ വീട്ടിൽ കയറ്റൂല എന്നല്ല, ഞങ്ങളുടെ വീട്ടിലേക്ക് കയറാവൂ എന്നാ തർക്കങ്ങളായി. അവിടുന്ന് ഒരു തീരുമാനം പറഞ്ഞു, അൻസിലു അലാ ബനി നജ്ജാർ, അഖ്വാനി അബ്ദുൽ മുത്തലിബി, കുടുംബക്കാരായ ബനു നജ്ജാറിന്റെ കുടുംബത്തിലാണ് ഞാൻ താമസിക്കുന്നത്. അവിടെ തന്നെ ആരുടെ അടുത്താണ് എന്നതും പിന്നെ തർക്കമായിരുന്നു. ഒട്ടകം മുട്ടുകുത്തുന്നോടത്തുനിന്ന് തീരുമാനമായി. പിന്നെ അങ്ങനെ ആ മദീന പ്രവേശത്തിന്റെ സാഹചര്യം പറയുന്നിടത്ത് ബറാ ഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹു പറയാണ്, ഫസൈദ റിജാലു വന്നിസാഉ ഫൗഖൽ ബുയൂതി, വീടിന്റെ ഓടുംപുറത്ത് കയറി ആണുങ്ങളും പെണ്ണുങ്ങളും. വീടിന്റെ ഓടുംപുറം എന്ന് പറഞ്ഞാൽ അതിന്റെ എന്താ പറയാ, മച്ചിന്റെ മുകളില്, ഉത്തരത്തിന്റെ മുകളില്. ഉത്തരമല്ലല്ലോ, മോന്തായം അല്ലെ. ഉത്തരം ഇങ്ങനെ താഴെ വെക്കുന്നത്, കഴക്കോൽ അതിനോട് വെക്കുന്നത്, മോന്തായം അതിന്റെ ഏറ്റവും മുകളിലുള്ളത്. പിന്നെ മേൽക്കൂര, ഏറ്റവും മേൽക്കൂര. പിന്നെ അതിന്റെ ഇടയിൽ കൊടുക്കുന്ന പട്ടിക. അങ്ങനെയല്ല ഒരു ഓടിട്ട വീടിന്റെ ഷേപ്പ്. ആ ഭാഷയൊക്കെ ആളുകൾ മറന്നു തുടങ്ങി. കാരണം ഇപ്പൊ ഓടിട്ട വീട് പുതിയത് ഉണ്ടാവില്ല. അങ്ങനെ മോന്തായത്തിന്റെ മുകളിൽ അല്ലെ, അങ്ങനെ ഞങ്ങളുടെ നാട്ടിൽ പറയാം മോന്തായം എന്ന് പറയാം. അതിന്റെ മുകളിൽ കയറി ആണുങ്ങളും പെണ്ണുങ്ങളും കയറി. ആണുങ്ങളും പെണ്ണുങ്ങളും കയറി. ആവേശം കൂടി കഴിഞ്ഞ വടംവലി മാത്രമല്ല, പെണ്ണുങ്ങൾ ആവേശം കൂടി കഴിഞ്ഞ മുഹമ്മദ് നബി ആവേശമായിരുന്നു അവർക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആദ്യം കാണാൻ വേണ്ടി പെണ്ണുങ്ങളും കയറി, പെരയുടെ മുകളിൽ കയറി. ഇത് സ്വഹീഹ് മുസ്ലിമിന്റെ ഹദീസാണിത്. ഇത് സ്വഹീഹ് മുസ്ലിമിന്റെ ഹദീസ്. ആണും പെണ്ണും കയറി, വീടിന്റെ മുകളിൽ കയറി. പുള്ളങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചിതറി ഓടി. കുട്ടികൾ എവിടെയാന്നൊന്നും നോക്കിയിട്ടില്ല, ഒക്കെ പോണ വഴിക്ക് അങ്ങോട്ട് പോയി. കുട്ടികൾ ചിന്ന ഭിന്നമായ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുട്ടികൾ ഓടി. എന്നിട്ടോ അങ്ങനെ ഉണ്ടല്ലോ, ഒരു പഴയ കാലത്ത് ഒരു അനൗൺസ്മെന്റിന്റെ വാഹനം വിളിച്ചു പറഞ്ഞ് നോട്ടീസ് വിതരണമായിട്ട് ഒരു ഇടവഴികട പോകുമ്പോ ആ നേരത്ത് ഒരു വീട്ടിൽ ഒരു കൊച്ചും ഉണ്ടാവില്ല, ഉമ്മ അന്വേഷിക്കല. കാരണം ഈ നോട്ടീസ് വരാൻ വേണ്ടിയിട്ട് ആ നിക്കറിട്ടവന്മാര് ടയറും ഓടിച്ചുകൊണ്ട് ഈ വണ്ടിയുടെ പിന്നാലെ ഓടി. ഞാനൊക്കെ ഓടിയിട്ടുണ്ട്. പിന്നാലെ ഓടും. ആ നോട്ടീസ് അത് വായിക്കാനും അറിയില്ല. കിട്ടിയ ആ നോട്ടീസ് കിട്ടിയവെന്ന് പറഞ്ഞാൽ അത് വലിയ ഒരു അനുഭവത്ത് കിട്ടിയ മാതിരി, വലിയൊരു സന്തോഷം. അങ്ങനെ ഒരു ഓടല. സന്തോഷം വന്നു കഴിഞ്ഞാൽ പിള്ളേരെ കാണാനില്ല, പിള്ളേരൊക്കെ ചിതറി ഓടി. ഇവര് ഓടിയത് വെറുതെ അല്ലാട്ടോ. യുനാദൂന യാ റസൂലല്ലാഹ്, യുനാദൂന യാ മുഹമ്മദുർ റസൂലുള്ളാഹ്, ഇങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ടാണ് ഇവരൊക്കെ ഓടിയത്. സല്ലല്ലാഹു അലാ മുഹമ്മദ്, അള്ളാഹുവിന്റെ ഹബീബിനോടുള്ള സന്തോഷമായിരുന്നു. റബീഉൽ അവ്വൽ 12-ലായിരുന്നു ഇത് തിങ്കളാഴ്ചയായിരുന്നു. മദീന പ്രവേശം എങ്ങനെയായിരുന്നു? ദഫടിക്കാൻ നേർച്ചയാക്കി. പലരും ദഫടിച്ചുകൊണ്ടാണ് അള്ളാഹുവിന്റെ ഹബീബിനെ സ്വീകരിച്ചത്. അന്ന് ദഫടിക്കാൻ വേണ്ടി ഒരു ഉമ്മ നേർച്ചയാക്കി. ആ നേർച്ചയാക്കിയ ഉമ്മ ദഫടിക്കേണ്ട റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ച മുത്തുനബി വന്ന അന്ന് ആ ഉമ്മാക്ക് സുഖമില്ല.
ഇനി കേട്ടോളൂ, തുഹ്ഫത്തുൽ മുഹ്താജ് ഫീ ശർഹിൽ മിൻഹാജ്, മുസ്ലിം ഉമ്മത്തിന്റെ കർമ്മശാസ്ത്രത്തിന്റെ അവസാന വാക്കാണ് ഈ കിതാബ്. ഇമാം ഇബ്നു ഹജർ തങ്ങൾ തുഹ്ഫയിൽ പറയുന്നു, وإنما قال صلى الله عليه وسلم لمن نذرت أن تضرب على رأسه بالدف حين قدم المدينة. മുത്തുനബിയുടെ മുന്നിൽ അന്ന് ദഫടിക്കാൻ ഒരു ഉമ്മ നേർച്ചയാക്കി. അന്ന് റബീഉൽ അവ്വൽ 12 മദീന പ്രവേശം, തിങ്കളാഴ്ചയായിരുന്നു മദീന പ്രവേശം. അന്ന് ദഫടിക്കാൻ നേർച്ചയാക്കി ഒരു ഉമ്മ. ദഫടിക്കേണ്ട അന്ന് അവർക്ക് രോഗമായിരുന്നു, ദഫടിക്കാൻ പറ്റിയില്ല. രോഗമൊക്കെ മാറിയിട്ട് നബിയുടെ അടുത്ത് വന്നു ആ ഉമ്മ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് ചോദിച്ചു, മുത്തുനബിയേ, ഞാൻ അങ്ങിവിടെ വന്ന ആ റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ചയിൽ ദഫടിക്കാമെന്ന് ഞാൻ നേർച്ചയാക്കിയതാ, സുഖമില്ലാതെയായി നബിയേ. അപ്പൊ ദഫിന്റെ പരിപാടി എന്തുണ്ട്? ഇത് തുഹ്ഫയിലുണ്ട്. ഈ ഇബാദത്ത് തുഹ്ഫയിൽ ഇല്ലെങ്കിൽ എന്നെ പിടിച്ചോ. ഇത് തുഹ്ഫയിലെ ഇബാദത്ത്. അങ്ങനെ നേർച്ചയാക്കിയ ഉമ്മാമയോട് അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞു, ദഫടിക്കലോ ഇനി നിങ്ങൾ ദഫായിട്ട് ഇറങ്ങരുത് കേട്ടോ സഹോദരിമാരെ, ആ കാലം വേറെയാ. ഇനി ഉണ്ടേ തന്നെ അത് വയസ്സായവർ ഇറങ്ങിയാൽ മതി, അത് റോഡിലേക്ക് വരണ്ട, വീട്ടിൽ തന്നെ ദഫ് മുട്ടിക്കും. നബി വന്നതിന്റെ സ്നേഹപ്രകടനം, ആഘോഷം, ദഫടിക്കാൻ നേർച്ചയാക്കിയ ഉമ്മ അന്ന് ദഫടിക്കാൻ പറ്റാതെ വന്നപ്പോ മുത്തുനബിയോട് എന്ത് ചെയ്യണമെന്ന് പിന്നീട് രോഗം മാറിയപ്പോ വന്ന് ചോദിച്ചപ്പോ റസൂലുള്ളാഹി പറഞ്ഞു, ഔഫീ ബിനദിരിക്ക്, ഇപ്പൊ അങ്ങ് അടിച്ചോ ഉമ്മ, ആ നേർച്ച പൂർത്തിയാക്കിക്കോ ഉമ്മ. സല്ലല്ലാഹു അലൈഹി വസല്ലം ലിമഖതറന ബിഹി മിൻ ആയത്തി സുറൂരിൽ മുസ്ലിമീൻ. മുസ്ലിമീങ്ങളുടെ അന്നത്തെ സന്തോഷ പ്രകടനത്തിന്റെ ഒരു പരിധി വിട്ടിട്ടുള്ള ഒരു അവതരണമാണിത്. അതിനെ നബി തങ്ങൾ അംഗീകരിച്ചു എന്നായി പറഞ്ഞത്. മുനാഫിഖീങ്ങൾക്ക് ഇടങ്ങേറുണ്ടായി ഇത്തരം പ്രകടനങ്ങൾ കണ്ടപ്പോൾ. ഇബ്നു ഹജർ തങ്ങൾ തന്നെ പറയുന്നുണ്ട് കേട്ടോ, ഈ പ്രകടനം കണ്ടപ്പോൾ ഞാൻ എല്ലാം വിശദീകരിക്കുന്നില്ല, സമയമല്ല. നബിദിനം വന്നു കഴിഞ്ഞാൽ ബറാഅത്ത് വരുമ്പോൾ റമദാന്റെ മുന്നോടിയാ നമ്മൾ വീട് കഴുകും അല്ലേ? ആ തേരത്തിന്റെ ഇല വെച്ചിട്ട് ഇങ്ങനെ ആ ഫർണിച്ചറൊക്കെ ഇന്നത്തെ മാതിരി പോളിഷ് ഒന്നുമില്ലല്ലോ, ആ പഴയ ബെഞ്ചും ഡെസ്കാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഒരു മരത്തിന്റെ കസേര ഉണ്ടാവും, അതിൽ വല്ലുപ്പ് മാത്രമേ ഇരിക്കാറുള്ളൂ. എല്ലാം കൂടിയിട്ട് ആ ഷാബാൻ 15 അടുത്ത് ഒരു കഴുകലുണ്ട്. സ്കൂളിൽ പഠിത്തമില്ലാത്ത ദിവസം അന്ന് ഒരെണ്ണം കിട്ടിയ ഉമ്മാക്കൊക്കെ സന്തോഷമായിരുന്നു. വിളിക്കും, എന്നിട്ട് ബക്കറ്റിൽ വെള്ളമായിട്ട് ഇങ്ങനെ വന്ന് ഒക്കെ പിടിച്ചിട്ട് കട്ടല് കഴുകല്, അങ്ങനെ കഴുകല് പെറുക്കലൊക്കെ ആയിട്ട് ബറാത്തിനോടനുബന്ധമായിട്ട് നമ്മൾ അങ്ങനെ ചെയ്യുന്നുണ്ട്. റബീഉൽ അവ്വലിൽ വീടുകൾ അലങ്കരിക്കണം. ആരലങ്കരിച്ചു? മദീനക്കാർ അലങ്കരിച്ചു. നിങ്ങൾ കണ്ടിട്ടില്ലേ, ഈ ക്രിസ്ത്യാനി സഹോദരന്മാര് ക്രിസ്മസ് വരുമ്പോ ഒരു അലങ്കാരമുണ്ട് അല്ലെ? സ്റ്റാർ മേടിച്ചിടും. അത് അവരുടെ ആരാധനയുടെ ഭാഗമാണ് കേട്ടോ. അത് ക്രിസ്തുദേവന്റെ ജനനം കണ്ട് അറിഞ്ഞ് അതിലേക്ക് വഴി തെളിച്ചു പോയ അന്നത്തെ ആ കാലഘട്ടത്തിലെ പ്രധാനികൾ നക്ഷത്രവിളക്ക് കത്തിച്ചു പോയതിനെ അനുസ്മരിച്ച ആരാധനയുടെ ഭാഗമായിട്ടാണ് അവരത് ചെയ്യുന്നത്. നമ്മളത് ചെയ്യല് മതഭ്രഷ്ട് സംഭവിക്കാൻ കാരണമുള്ളതാ, അത് ചെയ്യാൻ പാടില്ല. അത് ക്രിസ്ത്യാനി സഹോദരന്മാർ അവരുടെ ആരാധനയുടെ ഭാഗമായിട്ട് ആ വിളക്ക് കത്തിക്കുന്നത്. നമ്മുടെ കൂട്ടത്തിലും ഉണ്ടാവും. അത് പിന്നെ അങ്ങനെ ഉണ്ടാവില്ല, അതിപ്പോ എല്ലാത്തിലും ഉണ്ടാവും, അതെല്ലാത്തിലും ഉണ്ടാവും. എന്ന പോലെ ഒരു ആഘോഷത്തിന്റെ ഭാഗമായിട്ട് നമ്മുടെ വീട്ടിൽ കല്യാണം നടക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും? വീട് പാർക്കലിന് ചിലപ്പോ ലൈറ്റ് ഇടുന്നുണ്ട്, വെളിച്ചമുണ്ട്. കേട്ടോളൂ, മദീനക്കാരെന്ന് വീടലങ്കരിച്ചു എന്ന് മുത്തുനബി വന്ന അന്ന്. അത് ഏത് ദിവസ? റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ച. ഞാൻ വെറുതെ പറഞ്ഞതല്ല, ഖുർആന്റെ ആയത്താണിത്. പരിശുദ്ധ ഖുർആൻ വീടുകൾ അലങ്കരിച്ചു. വീട് അലങ്കരിച്ചത് നബിയുടെ വരവിലുള്ള സന്തോഷാണ്. അതൊരു അമലല്ലേ? അമൽ എപ്പോഴും ഈമാന്റെ ശേഷം പറയാറ് അല്ലേ? ഇന്നല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി. അമൽ ഈമാന്റെ ശേഷം പറയാം, ആമനു വഅമിലു. അങ്ങനെ ഖുർആനിൽ കാണാറ്. പക്ഷെ ഈ ആയത്തില് മുത്തുനബിയോടുള്ള സ്നേഹപ്രകടനമാകുന്ന ഈ അലങ്കരിക്കൽ എന്ന അമലിനെ ഈമാന്റെ മുമ്പ് പറഞ്ഞു. അപ്പൊ അള്ളാഹു ആ വീട് അലങ്കരിച്ചതിന് എത്ര പരിഗണിച്ചു എന്നുള്ളതാണ് ഈ ആയത്ത് ചിന്തിപ്പിക്കുന്നത്. വല്ലദീന തബവ്വഉദ്ദാര വല്ലീമാന മിൻ ഖബ്ലിഹിം യുഹിബ്ബൂന മൻ ഹാജറ ഇലൈഹിം. വിശദീകരിക്കുന്നില്ല. വീട് ഒരുക്കിയവർ,
വൽ ഈമാന, പിന്നെ പറഞ്ഞത് ഈമാനിനെ ഒരുക്കിയവർ. ആ വീട് ഒരുക്കൽ, റബീഇന്റെ ഒരുക്കം, മുത്തുനബിയോടുള്ള സ്നേഹപ്രകടനത്തിന്റെ ഭാഗമായി വീട് അലങ്കരിച്ചവർ. ആ അലങ്കാരത്തിന് ശേഷം ഈമാൻ വന്നോളും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നബിയോടുള്ള സ്നേഹപ്രകടനത്തിന് ശേഷമാണ് ഈമാനിനെ ഈ ആയത്തിൽ പറഞ്ഞത്. ഈമാനിനെ പോലും അല്ലാഹു നബി സ്നേഹപ്രകടനത്തിന് ശേഷം പറഞ്ഞത് സൂറത്തുൽ ഹശറിന്റെ 9-ാമത്തെ ആയത്തിലാണ്. അപ്പൊ വീട് അലങ്കരിച്ചു സ്വഹാബികൾ, മദീനക്കാര് പുതിയ വസ്ത്രം ധരിച്ചു, ആഘോഷമാക്കി. ഇത് നബി വന്ന ദിനമാണ്, നബി ദിനമാണ്. അന്ന് സ്വാഭാവികമായും റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ചയായിരുന്നു. നേരത്തെ പറഞ്ഞു നബി ദിനം എന്നത് നബിയുടെ ദിനമാണ്. ആകാശത്തേക്ക് പോയപ്പോഴും അവിടെയും അലങ്കരിച്ചു, അവിടെയും അലങ്കരിച്ചു. അതും ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. നബിയുടെ വരവ് ആകാശത്തിലെത്തിയപ്പോൾ അവിടെയും അലങ്കാരമുണ്ടായിരുന്നുവെന്ന് അതും ഖുർആൻ. നബിയുടെ വരവ് മദീനയിലായപ്പോൾ അവിടെയും അലങ്കാരം, അതും ഖുർആൻ. ആകാശത്തിൽ അത് കേട്ടോ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അഫതുമാറൂനഹു അലാ മാ യറാ വലഖദ് റആഹു നസ്ലതൻ ഉഖ്റാ ഇൻദ സിദ്റത്തിൽ മുൻതഹാ ഇൻദഹാ ജന്നത്തുൽ മഅവാ ഇദ് യഗ്ശ സിദ്റത മാ യഗ്ശാ മാ സാഗൽ ബസ്റു വമാ തഗാ വലഖദ് റആ മിൻ ആയാതി റബ്ബിഹിൽ കുബ്റാ. സൂറത്തുൻ നജ്മിന്റെ 12 മുതൽ 18 കൂടിയ ആയത്തുകൾ നബിയുടെ വരവ് പ്രമാണിച്ച് ആകാശം അലങ്കരിച്ചുവെന്ന് ഖുർആൻ. അള്ളാഹുവിന്റെ ഹബീബിനോട് തർക്കിക്കുന്നുവോ? ജിബ്രീലിനെ അവിടെ നിന്ന് കണ്ടില്ല എന്ന് പറഞ്ഞ് തർക്കിക്കുന്നുവോ? തർക്കിക്കണ്ട. സിദ്റത്തുൽ മുൻതഹയുടെ അടുക്കൽ വെച്ച് ജിബ്രീലിനെ മുത്തുനബി കണ്ടിട്ടുണ്ട്. ഏത് സിദ്റത്തുൽ മുൻതഹ? ഇൻദഹാ ജന്നത്തുൽ മഅവാ. ജന്നത്തുൽ മഅവയുടെ തൊട്ടടുത്തുള്ള സിദ്റത്തുൽ മുൻതഹ. ഇതൊരു സാങ്കല്പികതയല്ല. അവിടെ വെച്ചുകൊണ്ട് മുത്തുനബി അവിടെ പോയി കണ്ടിട്ടുണ്ടെന്ന് ഖുർആൻ. മുത്തുനബി അവിടെ പോകുന്ന ചൊല്ലുന്ന അന്നത്തെ സിദ്റത്തുൽ മുൻതഹ ഇദ് യഗ്ശ സിദ്റത മാ യഗ്ശ, വല്ലാതെ അലങ്കരിക്കപ്പെട്ടിരുന്നുവെന്ന് ഖുർആൻ. മാസാഗൽ ബസ്റു, ആരുടെയും കണ്ണിനും അത് വർണ്ണിക്കാനുള്ള കാഴ്ചയുടെ കാഴ്ച കാണൽ കഴിവില്ലാത്ത വിധം അത് വർണ്ണശബളമായിരുന്നു സിദ്റത്തുൽ മുൻതഹയുടെ അന്നത്തെ മനോഹാരിത. പക്ഷേ മുത്തുനബി അത് കണ്ടപ്പോ അവിടുത്തെ കണ്ണ് മഞ്ഞളിച്ചതേയില്ല. സിദ്റത്തുൽ മുൻതഹ പോലും മുത്തുനബിയുടെ വരവ് പ്രമാണിച്ച് 7 ആകാശത്തിന്റെ അപ്പുറത്തുള്ള ലോകത്ത് അലങ്കരിച്ചുവെന്ന് ഖുർആൻ. ഇനി ഒരു ഹദീസ് കൂടി അതിനോട് ചേർത്ത് പറയാം. സ്വഹീഹ് മുസ്ലിം അൻ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ഫലമ്മാ ഗശിയഹാ മിൻ അംരില്ലാഹി മാ ഗശിയ. അന്ന് സിദ്റത്തുൽ മുൻതഹ എന്ന് മുത്തുനബി വരുന്ന അന്ന് സിദ്റത്തുൽ മുൻതഹ അലങ്കരിച്ച അലങ്കാരം കൊണ്ട് തഗയ്യറത്ത്. അതിനു മുമ്പ് സിദ്റത്തുൽ മുൻതഹയുടെ മനോഹരമായ രൂപം പോലും അന്നത്തെ ഈ അലങ്കാരത്തിന്റെ ആർഭാടത്തിന്റെ ആധിക്യം കൊണ്ട് രൂപമാറ്റം വന്നുപോയി. അന്ന് ഫമാഹദു മിൻ ഖൽഖില്ലാ, അല്ലാഹുവിന്റെ സൃഷ്ടികളിൽപ്പെട്ട ഒരാൾക്ക് പോലും സിദ്റത്തുൽ മുൻതഹയെ വർണ്ണിക്കാൻ പറ്റൂല. മിൻ ഹുസ്നിഹാ, അത്ര ഭംഗിയായിരുന്നു സിദ്റത്തുൽ മുൻതഹ. അലങ്കരിച്ചെങ്കിൽ പള്ളികളിൽ തോരണം ചർത്താം, മദ്രസകൾ അലങ്കരിക്കാം. അല്ലാഹ് അലങ്കരിച്ചു. സല്ലല്ലാഹു അലാ മുഹമ്മദ്. ആർക്കും അത് വർണ്ണിച്ച് പറയാൻ കഴിയാത്ത വിധം അലങ്കരിച്ചു എന്ന് പറഞ്ഞതിലേക്ക് സൂചിപ്പിച്ച ആയത്താണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് മാ സാഗൽ ബസ്റു വമാ തഗാ. മുത്തുനബിക്ക് വർണ്ണിക്കാൻ കഴിയുമായിരുന്നു, അതുകൊണ്ട് അവിടെ നിന്ന് ഇങ്ങനെ വർണ്ണിച്ച് പറഞ്ഞത്. അന്ന് സിദ്റത്തുൽ മുൻതഹയും അലങ്കരിച്ചു മുത്തുനബിയുടെ വരവ് പ്രമാണിച്ച്. എൻ്റെ വീട്ടില് എൻ്റെ സാധാരണ ദിവസത്തിൽ ഞാൻ ഉള്ളപ്പോ ഞാൻ ഈ വേഷത്തിലാവില്ല എന്നത് നിങ്ങൾക്ക് ഉറപ്പാണ്. ഇവിടുന്ന് നിങ്ങൾ ഈ ക്ലാസ് കഴിഞ്ഞ് വീട്ടിലെത്തിയാൽ നിങ്ങൾ അണിഞ്ഞൊരുങ്ങി വന്ന ഈ വേഷം മാറ്റും. നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ സാധാരണ വേഷത്തിൽ ആയിരിക്കും, ഈ വേഷത്തിലായിരിക്കില്ല.
ഒരു പക്ഷെ ഒരു അകത്തിടുന്ന ഇന്നർ ബനിയനും ഒരു കള്ളി തുണിയും ഉടുത്ത് ചിലപ്പോൾ ഒരു തോർത്ത് തലയിൽ കെട്ടിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഒരു തൊപ്പി വെച്ചിട്ടുണ്ടാവും. അതായിരിക്കുമല്ലോ അപ്പൊ നമ്മുടെ ആണുങ്ങളിലൊക്കെ പൊതുവെ ഉള്ളൊരു വേഷം. പ്രത്യേകിച്ച് പറമ്പിൽ പണിയെടുക്കുകയാണെങ്കിൽ നോക്കും കൂടി വേണ്ട. ആ സമയത്ത് നമ്മുടെ വീട്ടിലേക്ക് നമ്മൾ ഏറെ ബഹുമാനിക്കുന്ന ഒരാൾ വരുന്നു എന്ന് കേട്ടാ നമ്മൾ ആ കോലത്തിലാണോ നിൽക്കുക, വേഗം കൈയൊക്കെ കഴുകി ആ തോർത്തുമുണ്ടൊക്കെ ഒന്ന് കുടഞ്ഞങ്ങോട്ട് മാറ്റി വെച്ചിട്ട് മോളെ അല്ലെങ്കിൽ ഭാര്യ വിളിക്കും, എന്ത് വിളിക്കും, വന്നിട്ട് ആ ഷർട്ടൊന്ന് എടുക്കാൻ പറയും, ആ മുണ്ടൊന്ന് മാറ്റാനേ. നിങ്ങളത് മാറ്റി മനുഷ്യൻ, എന്തോന്ന് കോലതാ, മുഖമൊക്കെ ഒന്ന് കഴുകുക, ചെളിയൊക്കെ കഴുകിക്കളയും. അവരിങ്ങോട്ട് വരാറായി, എത്താറായി. നമ്മൾ ആദരിക്കുന്ന ബഹുമാനിക്കുന്ന ഒരു വലിയ മഹാൻ നമ്മുടെ വീട്ടിലേക്ക് വരാന്ന് വെച്ചു. അങ്ങനെ വരാണെ നമ്മൾ അന്ന് പണിക്ക് തന്നെ ഇറങ്ങില്ല. നമ്മൾ അന്ന് പണിക്ക് തന്നെ ഇറങ്ങില്ല. നമ്മുടെ വീട്ടിലേക്ക് ഒരു ഗസ്റ്റ് വരുന്നുവെങ്കിൽ. എന്നാൽ അല്ലാഹുവിന്റെ ഹബീബ് ചൊല്ലുന്നത് ജിബ്രീലിന്റെ തട്ടകത്തിലാ. ജിബ്രീൽ അലൈഹിസ്സലാം ആകാശത്തിലാ. അങ്ങോട്ട് നബി വരുന്നു, കൂട്ടിക്കൊണ്ടു പോകുന്ന ജിബ്രീൽ പോലും അവിടെ വെച്ച് വേഷം മാറി എന്നുള്ളതാണ്. നബി വന്നതിന്റെ ആഘോഷങ്ങൾ അവിടെ നടക്കുമ്പോ ജിബ്രീൽ അലൈഹിസ്സലാം വേഷം മാറി എന്ന് പരിശുദ്ധ ഖുർആൻ. വലഖദ് റആഹു നസ്ലതൻ ഉഖറാ ഇൻദ സിദ്റത്തിൽ മുൻതഹാ. യണ്ടുള്ള റൂഫത്തിൽ ഫാർത്തു താഹ വെളിപ്പെട്ട് എന്നും സിദ്റത്തുൽ മുൻതഹായിങ്കൽ ബൈത്തിട്ട് കണ്ടു അഫ്ളദ് അജ്നാഹ വർക്കറുണ്ട്. കഫനേള് ഫൂവിയും റൈഫാൻ ഫോതുമതിലുണ്ട്. ബിണ്ടു വിവരിക്കാൻ പാടില്ലാത്ത വിധത്തിലും വിസ്താര കൗതുക കോലം കണ്ടാറൻരാവിലും നണ്ടായി നബി ഫട്ടം കിട്ടപ്പെട്ട ആണ്ടിൽ ആദിയെ നല്ലവർ തീക്ക് മുൻകൊണ്ട ഈമാൻ ഫുതുക്കിയേ. മോയിൻകുട്ടി വൈദ്യരുടെ ഹിജറ എന്ന കവിതാ സമാഹാരത്തിന്റെ വരികളായത് യണ്ടുള്ള റൂഫത്തിൽ യഥാർത്ഥ രൂപത്തിൽ ഫാർത്തു താഹ വെളിപ്പെട്ട് എന്നും സിദ്റത്തുൽ മുൻതഹ എങ്കൽ ബൈത്തിട്ട് ബൈത്തൂത്തത്ത് രാപാർക്കുക. സിദ്റത്തുൽ മുൻതഹയുടെ അടുക്കൽ മുത്തുനബി രാപാർത്ത ആ ദിവസം യഥാർത്ഥ രൂപത്തിൽ കണ്ടു. അഫ്ളദ് അജ്നാഹ വർക്കറുണ്ട്. 600 ചിറകോടുകൂടെ ജിബ്രീലിനെ അന്ന് കണ്ടു. ഓരോ ചിറകിന്റെയും അരികിൽ മുത്തും പവിഴവും മാണിക്കവും ചിതറി നിൽക്കുന്ന ഏറ്റവും മനോഹരമായ നിറക്കാഴ്ചകൾ ഞാൻ കണ്ടു. അന്ന് ജിബ്രീലിന് വല്ലാത്ത സൗന്ദര്യമായിരുന്നുവെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ജിബ്രീൽ പോലും അണിഞ്ഞൊരുങ്ങി എന്നാണ്. ഈ മനോഹാരിത മുഴുവനും മുത്തുനബിയെ സ്വീകരിക്കാൻ വേണ്ടി ആകാശത്തിന്റെ ലോകത്ത് മുഴുവനും നടമാടി എന്ന തിങ്കളാഴ്ച നബി ദിനമാണ്. നബി ജനിച്ച ദിവസമാണ്. പരിഗണിച്ചേ പറ്റൂ. ഒരുപാട് പറയാനുണ്ട് ഇത് സംബന്ധമായിട്ട്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നമ്മുടെ ജീവിതത്തിൽ നബിദിനവുമായി ബന്ധപ്പെട്ട് കുറച്ചുകൂടി പറയല്ലേ, ഒരു 10 മിനിറ്റ് കൂടി കുഴപ്പമില്ലല്ലോ. ഇൻഷാ അല്ലാഹ് 10 മിനിറ്റ് വേഗം അവസാനിപ്പിക്കാം. ഇൻഷാ അല്ലാഹ് ഏതായാലും മഴയാ. ഇൻഷാ അല്ലാഹ് വേഗം അവസാനിപ്പിക്കാം. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് തിങ്കളാഴ്ചയോട് വലിയ ബന്ധമുള്ളത്. ഒരു ഹദീസ് കേട്ടോളൂ. തൊബറാനിയുടെ മുഅ്ജമിലുണ്ട് ഹദീസ്. ഇബ്നു അബ്ബാസ് തങ്ങൾ പറയുന്നു, ഉലിദ നബിയുക്കും സല്ലല്ലാഹു അലൈഹി വസല്ലം യൗമുൽ ഇത്നൈൻ. റസൂലുള്ളാഹി ജനിച്ചത് തിങ്കളാഴ്ച സല്ലല്ലാഹു അലൈഹി വസല്ലം. വയൗമുൽ ഇത്നൈൻ ഖറജ മിൻ മക്ക. മക്കത്ത് നിന്ന് മദീനയിലേക്ക് പോരുന്ന ഹിജറ തുടങ്ങുന്നതും മക്കയിൽ നിന്ന് യാത്ര തുടങ്ങുന്നതും തിങ്കളാഴ്ച. വദഖലൽ മദീനത. ഒരാഴ്ച കഴിഞ്ഞ് മദീനയിൽ എത്തുന്നതും യൗമുൽ ഇത്നൈൻ, അന്നും തിങ്കളാഴ്ച. വഫതഹ ബദറൻ യൗമുൽ ഇത്നൈൻ. ബദർ വിജയിക്കുന്നത് തിങ്കളാഴ്ച. സൂറത്തുൽ മാഇദയുടെ ആയത്തിറങ്ങി ദീൻ പൂർത്തിയായെന്ന് നബിയെ പറഞ്ഞ് സന്തോഷിപ്പിച്ചതും തിങ്കളാഴ്ച. റുക്കുനുൽ യമാനിയ സ്ഥാപിക്കപ്പെട്ടത് തിങ്കളാഴ്ച. വതൂഫിയ യൗമുൽ ഇത്നൈൻ. അവിടുന്ന് വഫാത്തായതും തിങ്കളാഴ്ച. സല്ലല്ലാഹു മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുത്തെ ജനനം തിങ്കളാഴ്ച. ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതൊക്കെ തിങ്കളാഴ്ച. ഈ ഹദീസ് ഇമാം തൊബറാനിയുടെ മുഅ്ജമിലുണ്ട്. ഇനി കേട്ടോളൂ. സ്വർഗ്ഗ കവാടങ്ങൾ തുറക്കപ്പെടുന്ന തിങ്കളാഴ്ച. സ്വഹീഹ് മുസ്ലിം അൻ നബി ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി തുഫ്തഹു അബ്വാബുൽ ജന്നതി യൗമൽ ഇത്നൈനി വ യൗമൽ ഖമീസ്. തിങ്കളാഴ്ച ദിവസമാണ് സ്വർഗത്തിന്റെ കവാടം തുറക്കുക. വ്യാഴാഴ്ച ദിവസമാണ് സ്വർഗത്തിന്റെ കവാടം തുറക്കുക. അന്ന് മനസ്സിൽ പകയില്ലാത്ത മനുഷ്യർക്ക് അള്ളാഹു പുറത്തു കൊടുക്കും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അബൂലഹബിന് നരകത്തിന്റെ ശിക്ഷയിൽ ഇളവ് കിട്ടിയത് തിങ്കളാഴ്ചയാണ്. അബൂലഹബ്
قال عروة وثويبة مولاة لأبي لهب كان أبو لهب عتقها فأرضعت النبي صلى الله عليه وسلم فلما مات أبو لهب أريه بعد آخره بالشر حيبة قال له ماذا لقيت قال أبو لهب لم ألق بعدكم غير أني سقيت في هذه بعتاقتي ثويبة صحيح البخاري. ഞാൻ വിശദീകരിക്കുന്നില്ല. സുവൈബത്തുൽ അസ്ലമിയ എന്ന് പറയുന്ന പെണ്ണിനെ അബൂലഹബ് മുത്തു നബി ജനിച്ചു എന്ന് പറയാൻ വേണ്ടി വന്നപ്പോ അന്ന് നബി പോലുമല്ല, പ്രത്യക്ഷത്തിൽ നബിയല്ല, ജനനം കൊണ്ട് നുബുവത്തിന്റെ പക്വതയുണ്ട്. നുബുവത്ത് നേരത്തെ കിട്ടിയതുമാണ്. ആദം നബിയുടെ ജനനത്തിന് മുമ്പേ നുബുവത്തിന്റെ യോഗ്യത അള്ളാഹു നൽകിയെന്ന് ഇമാം റാസിയുടെ തഫ്സീറിലൊക്കെ ഹദീസ് കാണുന്നുണ്ട്. അത്രത്തോളം അവിടുന്ന് നേരത്തെ നബി തന്നെയാണ്. വകുന്തു നബിയൻ വആദമു ബൈനൽ മാഇ വത്തുറാബ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആദം നബി മണ്ണോ വെള്ളോ എന്ന് പറഞ്ഞ അവസ്ഥയിൽ നിൽക്കുമ്പോഴാണ് ആദം നബിയെ പടക്കുന്നതിന് മുമ്പേ ഞാൻ നബിയായിരുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷേ ഈ മുത്തുനബി നബിയാണ് എന്ന നുബുവത്തിന്റെ 40 വയസ്സെത്തുന്നതിന് മുമ്പേ ഉള്ള ഒരു അവസ്ഥയെ പോലും സന്തോഷ പ്രകടനത്തിലൂടെ അവതരിപ്പിച്ച പെണ്ണിനെ അബൂലഹബ് ആ ജനനം ഒരു നബിയാകുമെന്ന് അറിഞ്ഞുകൊണ്ടല്ല അയാൾ ആ ജനനത്തിൽ സന്തോഷിച്ചത്. എന്നിട്ടും അയാൾക്ക് നരകശിക്ഷയിൽ ഇളവുണ്ട്. അബൂലഹബ് വഫാത്തായ ശേഷം അബൂലഹബിനെ അദ്ദേഹത്തിന്റെ കുടുംബത്തിൽപ്പെട്ട മഹാനായ അബ്ബാസ് റളിയല്ലാഹു അൻഹു സ്വപ്നം കണ്ടപ്പോ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് അബൂലഹബ് പറഞ്ഞു, എനിക്ക് തിങ്കളാഴ്ച ദിവസത്തില് ഒരു ആശ്വാസമുണ്ട്. ആശ്വാസം മറ്റൊന്നുമല്ല, ഈ സുവൈബ എന്ന് പറയുന്ന പെണ്ണിനെ ഞാൻ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിച്ചു. അവള് അതുവഴി മുഹമ്മദ് നബിക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം അവള് പാല് കൊടുത്തു. അതിന്റെ പേരില് എനിക്ക് അവളെ മോചിപ്പിച്ചതിന്റെ പേരിൽ എനിക്ക് നരകത്തിൽ ശിക്ഷയിൽ ഇളവുണ്ട്. ലമ്മാ മാത അബൂലഹബിൻ റഅയ്തുഹു ഫീ മനാമി ബഅദ ഹൗലിൻ. അബൂലഹബ് മരണപ്പെട്ട് 1 കൊല്ലം കഴിഞ്ഞാണ് അബ്ബാസ് റളിയല്ലാഹു അൻഹു സ്വപ്നത്തിൽ കാണുന്നത്. അബൂലഹബിന്റെ നരകത്തിന്റെ വളരെ മോശമായ അവസ്ഥ കണ്ടു. അബൂലഹബിനോട് ചോദിച്ചു, അല്ല ഇപ്പൊ എന്താ നരകത്തിന്റെ വിശേഷം എന്ന് ചോദിച്ചപ്പോ അബൂലഹബ് പറഞ്ഞു, മാലക്കൈതു ബഅദകും റഹ, എനിക്ക് ഒരു സന്തോഷവും നിങ്ങളിൽ നിന്നും പിരിഞ്ഞു പോന്നിട്ടുണ്ടായിട്ടില്ല. ഇല്ല അന്നൽ അദാബ യുഖഫഫു അന്നി, എനിക്ക് അദാബില് ഒരു കുറവ് കിട്ടുന്നത് കുല്ല യൗമിസ്നൈൻ, എല്ലാ തിങ്കളാഴ്ചയിലുമാണ്. വദാലിക അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉലിദ യൗമുൽ ഇസ്നൈൻ, അന്ന് മുത്തുനബി ജനിച്ച ദിവസമാണല്ലോ. സ്വപ്നത്തിൽ വന്ന അബൂലഹബ് മുത്തുനബിയാന്നൊക്കെ പറഞ്ഞളയും. കാരണം മരണത്തോടുകൂടെ വിവേകം വന്നു കഴിഞ്ഞു. നരകം അനുഭവിച്ചപ്പോൾ വിവേകം വന്നു, അത് സത്യമാണെന്ന് ബോധ്യായി. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ച തിങ്കളാഴ്ചകളിൽ എനിക്ക് ഇവിടെ ആശ്വാസമുണ്ട്. ഇവിടെ ജന്മദിനം ആഴ്ചയിലെ തിങ്കൾ എന്ന പരിഗണനയാണ് അബൂലഹബിന് കിട്ടിയിട്ടുള്ളത്. നബി ദിനം 4 തരത്തിലാണെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സുവൈബ അബൂലഹബിന് സന്തോഷം അറിയിച്ചത് കൊണ്ടാണ് ഫത്ഹുൽ ബാരി നേരത്തെ ഉദ്ധരിച്ച ബുഖാരിയുടെ ഹദീസിനെ വ്യാഖ്യാനിച്ച് പറയുന്നുണ്ട്. ഒന്നും കൂടി വിശദമായിട്ട് ഇമാം സുയൂത്തിയുടെ അൽ ഹാവിലിൽ ഫതാവ ഇത് പറയുന്നുണ്ട്. ഫയുസ്തഹബ്ബു ലനാ, അവസാനിപ്പിക്കാൻ കേട്ടോ ഈ ഇബാറത്തും കൂടി പറഞ്ഞിട്ട്, ഫയുസ്തഹബ്ബു ലനാ അൻ അയ്ളൻ ഇൽഹാർ ശുക്രി ബിമൗലിദിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിൽ ഇജ്മാഅ്, നബിയുടെ ജനനത്തിൽ സന്തോഷിക്കുക എന്നത് ഇജ്മാഅ്, സ്വഹാബത്തിന്റെ ഇജ്മാഅ് കൊണ്ട് നമുക്ക് ആ അടിസ്ഥാനത്തിൽ നമുക്ക് സുന്നത്താണ്. നബിയുടെ ജനനവുമായി സന്തോഷിക്കൽ, അത് ആഴ്ചയിലാവാം, കൊല്ലത്തിലാവാം, എപ്പ ഓർമ്മ വരുന്നു അപ്പോഴൊക്കെ ആവാം. ആ സന്തോഷം നടത്തല്, ആ നന്ദി പ്രകടനം നടത്തല് നമുക്ക് സുന്നത്താണ്. ആ നന്ദി പ്രകടനം ഒരുമിച്ച് കൂടിയും ഭക്ഷണം വിതരണം ചെയ്തുമാവാം, അതുപോലെ തന്നെ ധാരാളം സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ടുമാവാം. അബൂലഹബിന്റെ നരകത്തിന്റെ അവസ്ഥ, അയാൾക്ക് കാഫിറായിരിക്കുന്ന അവസ്ഥയിൽ പോലും അയാൾക്ക് നബി ജനിച്ചതിനോട് സന്തോഷമുണ്ടായപ്പോ അള്ളാഹു കൊടുത്ത പരിഗണനയിൽ അയാൾ എല്ലാ തിങ്കളാഴ്ചയിലും 2 വിരലിന്റെ ഇടയിലൂടെ ചപ്പി വലിച്ചു കുടിക്കുന്നു വെള്ളം. അയാൾ നരകത്തിൽ പോലും വെള്ളം കുടിക്കുന്നത് തിങ്കളാഴ്ചയാണ്. അയാൾ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ മുന്നിൽ 2 വിരൽ കാണിച്ചുകൊണ്ട് വെള്ളം കുടി നടക്കുന്നത് തിങ്കളാഴ്ചയിലാണെന്ന് സന്തോഷം പ്രകടിപ്പിച്ചതിന്റെ അനുഭവത്തെ പറയുകയാണ്. അതുകൊണ്ട് നമുക്ക് അത് ജീവിതത്തിൽ അനുവദനീയമാണ് എന്ന് അനുവദനീയമല്ല, സുന്നത്താണ് എന്ന് മഹാന്മാരായ ഫുഖഹ രേഖപ്പെടുത്തുന്നു. ജലാലുദ്ദീൻ സുയൂത്തി തങ്ങളുടെ
അൽ ഹാവിയിൽ ഫത്താവ ഇത് രേഖപ്പെടുത്തുന്നുണ്ട്. സുന്ദരമായ മനോഹരമായ ഒരു കവിതയോടുകൂടെ മഹാനവറുകൾ അത് പറയുകയാണ്. ഇദാ കാന ഹാദാക ഫിറം ജഅദമുഹു വതബ്ബത് യദാഹു ഫിൽ ജഹീമി മുഖല്ലദാ. തബ്ബത് യദാ അബീ ലഹബ് എന്ന് പറഞ്ഞിട്ട് അവനെ ആക്ഷേപിച്ച് അവനെ ദുഷിച്ചു പറഞ്ഞ വാക്കുകൾ ഖുർആനിൽ വന്നിട്ടും അത്താ അന്നഹു ഫീ യൗമിൽ ഇത്നൈനി ദായിമ യുഖഫഫു അൻഹു ലിസ്സുറൂരി ബി അഹ്മദ. അഹ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് സന്തോഷിച്ചതിന്റെ പേരിൽ അവന് ഖിയാമത്ത് നാൾ വരെ ലോകം അള്ളാഹുവിന്റെ നരകം എത്ര കാലമുണ്ട് അത്രയും കാലം അവന് നരകത്തില് തിങ്കളാഴ്ചയില് അദാബില് ഇളവുണ്ട്. ഫമാ ലന്നു ബിൽ അബ്ദി അല്ലദീ തൂലു ഉംരിഹി ബി അഹ്മദ മസ്റൂറൻ വമാത മുവഹിദ. ഒരു തൗഹീദിലായി ജീവിച്ച് മരിക്കുന്ന ഒരു മനുഷ്യന് മുത്തുനബിയെ കൊണ്ടുള്ള സന്തോഷം കൊണ്ട് അള്ളാഹു വെച്ചിരിക്കുന്ന ആ നേട്ടങ്ങൾ എത്രയായിരിക്കുമെന്നത് ഊഹിക്കാൻ പോലും പറ്റൂല എന്ന് മഹാനായ ജലാലുദ്ദീൻ സുയൂത്തി തങ്ങൾ അവിടുത്തെ അൽ ഹാവിയിൽ ഫതാവയിൽ രേഖപ്പെടുത്തുന്നു. അമൽ ചെയ്യാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നബി ദിനത്തിന്റെ ഭാഗമാവാൻ, അത് ആഴ്ചയിലാവാം, വർഷത്തിലാവാം, അത് ദിവസത്തിലാവാം, മാസത്തിലാവാം, സ്നേഹം നബിയോട് എന്ന ഒരു രീതിയിൽ ഇഷ്ക് നമ്മുടെ ഉള്ളിലുണ്ടായി അവിടുത്തോട് ലയിച്ച് സുന്നത്തുകളെ മുറുകെ പിടിച്ച് സ്വലാത്തുകളിലായി കഴിഞ്ഞുകൂടാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. അല്ലാഹുവേ നീ സ്വീകരിക്ക തമ്പുരാനെ, പാപങ്ങൾ പൊറുക്ക് അല്ലാ, രോഗങ്ങൾ ശിഫയാക്കുക അല്ലാ. അറിഞ്ഞു ചെയ്ത അറിയാതെ ചെയ്ത രഹസ്യമായി സംഭവിച്ച പരസ്യമായി സംഭവിച്ച എല്ലാ തെറ്റുകുറ്റങ്ങളും മാപ്പാക്കണേ തമ്പുരാനെ. അല്ലാഹുവേ നിന്റെ ഹബീബിന്റെ റുഫഖായിൽ ചേർക്ക് അല്ലാ. പടച്ചോനെ റബ്ബേ അവിടുത്തെ സുന്നത്തുകളിൽ ചേർക്കണേ അല്ലാ. മാരക രോഗങ്ങൾ, അപകടങ്ങൾ, അപകട മരണങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. അബദ്ധ മരണങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. ഈ സദസ്സിൽ പങ്കെടുക്കുന്ന സഹോദരങ്ങൾക്കും സഹോദരിമാർക്കും ഖൈറ് നൽകുക അല്ലാ, ബറക്കത്ത് നൽകണേ അല്ലാ. തമ്പുരാനെ ഞങ്ങളുടെ ജീവിതത്തിൽ നീ തന്ന എല്ലാ നിഅമത്തുകളും നീ നിലനിർത്തണേ അല്ലാ. ആഖിബത്ത് നന്നാക്കി തരണേ അല്ലാ. മരണപ്പെട്ടവരുടെ ഖബർ നീ വിശാലമാക്കണേ അല്ലാ. തെറ്റുകുറ്റങ്ങൾ അവർക്കും ഞങ്ങൾക്കും നീ മാപ്പാക്കണം റഹ്മാനെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ ബിഫദ്ലി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا رب صل عليه وسلم. السلام عليكم ورحمة الله وبركاته.